പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല ബന്ധങ്ങളും ഉണ്ടാകും. ജോലി സ്ഥലങ്ങളിൽ, കുടുംബ ബന്ധങ്ങൾ. പക്ഷേ ഇന്നത്തെ വചനഭാഗം നമ്മളോട് ചോദിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? നിങ്ങൾ ആരോടാണ് ബന്ധപ്പെടുന്നത്? നിങ്ങൾ ആരോടാണ് ബന്ധപ്പെടുന്നത്? രണ്ടാമത്തെ ചോദ്യം, ആ ബന്ധം നിങ്ങളുടെ ആത്മാവിനെ എവിടേക്കാണ് നയിക്കുന്നത്? എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് എഴുതുമ്പോൾ അവിടെ വിശ്വാസികൾ ലോകത്തോട് കൂടുതൽ അടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യരുടെ 6-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതുന്നത്: നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. ഇത് വെറും വിവാഹത്തെക്കുറിച്ചുള്ള കാര്യമല്ല. ഇത് ജീവിതത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ ഭാഗത്തിൽ ഈ 2 കൊരിന്ത്യരുടെ 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 5 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? Do not be unequally yoked together with unbelievers. For what fellowship or what communion has righteousness with lawlessness? പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ആ ഫൗണ്ടേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നീതി, റൈച്ചസ്നെസ്. നീതി, റൈച്ചസ്നെസ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴിലുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടുള്ളതായ ഒരു ജീവിതമാണ്. നമ്മൾ ആ ഒരു നീതിയുള്ള ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എന്ന് കണ്ടുപിടിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു പാട്ട് ഓർമ്മ വരികയാണ്. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ആ വ്യക്തിയാണ് പറയുന്നത്, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനൊന്ന് ഇത് തിരിച്ചു പാടട്ടെ കേട്ടോ. ഇത് ഭാരത്തോടെ പാടാൻ വേണ്ടി പാടുന്നവര് അവരുടെ മുഖത്തിനൊരു സന്തോഷം കാണത്തില്ല. സന്തോഷത്തോട് നമ്മൾ പാടുമ്പം നമ്മൾ പാടുന്നതിന് വ്യത്യാസമുണ്ട്. എൻ്റെ ദൈവം നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. മോദം എന്ന് പറഞ്ഞാൽ ചിരിക്കണം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഇതാണ് നീതിയുള്ള വ്യക്തി, ആ നീതി ആഗ്രഹിക്കുന്ന വ്യക്തി. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? ഈ നീതിയിൽ ജീവിക്കുന്ന വ്യക്തി ഈ പാട്ട് പാടുവാൻ ആഗ്രഹിക്കും, ഈ പാട്ടിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കും. അതേ സമയത്ത് അധർമ്മം, ലോലെസ്നെസ്, അത് ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തികളാണ്. ദൈവത്തിൻ്റെ അധികാരം നിരസിക്കുന്ന ഒരു ജീവിതമാണ് അവരുടെ. ഇവ തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. ഒരു ചെറിയ വ്യത്യാസമല്ല, ഇത് ദിശയുടെ വ്യത്യാസമാണ്. ഡിഫറൻസ് ഇൻ ഈവൻ ഡയറക്ഷൻ. ഒരു കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ് ഇവരുടെ ലൈഫിൽ. സ്പിരിച്വൽ കോൺട്രാസ്റ്റ് ആണ്. നീതിയുള്ള വ്യക്തി ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ്. അതേസമയത്ത് അധർമ്മം സ്വീകരിക്കുന്ന വ്യക്തി, അധർമ്മത്തിൽ ജീവിക്കുന്ന വ്യക്തി
സ്വയം സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾ ദൈവം എന്ത് പറയുന്നു എന്ന് ചോദിക്കും, മറ്റേയാള് ദൈവം എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കും. ഹല്ലേലൂയ. രണ്ടുപേര് ഒരുമിച്ച് നടക്കുകയാണ്. ഒരാൾ വടക്കോട്ട്, മറ്റേയാൾ തെക്കോട്ട്. എങ്ങനെയായിരിക്കും ആ യാത്ര? അവർ കുറച്ച് സമയം കൂടെ നടക്കാമെങ്കിലും ഒടുവിൽ അവർ വേർപിരിയും. അടുത്ത ഭാഗത്തോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നിങ്ങളുടെ അടുത്ത ബന്ധങ്ങൾ നിങ്ങളെ നീതിയിലേക്കാണോ നയിക്കുന്നത്, അതോ നിങ്ങളെ കോംപ്രമൈസ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണോ ഈ ബന്ധങ്ങൾ? ലോകത്തോട് അനുരൂപപ്പെടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ജീവിതമാണോ? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? അടുത്ത ചോദ്യം പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ? വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ? ഈ വെളിച്ചവും ഇരുളും എന്ന് പറയുമ്പം ഇത് സ്വഭാവത്തിന്റെ വ്യത്യാസമാണ്. പ്രകാശം, സത്യമുള്ള ഒരു ജീവിതം, വിശുദ്ധിയുള്ള ജീവിതത്തെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾ. ഇരുളോ പാപം, മറച്ചുവെക്കൽ. അവർ പാടുമായിരിക്കും, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. പാടും. പക്ഷേ അവർ പാപത്തിൽ ജീവിക്കുകയും അത് മറച്ചു വയ്ക്കുകയും ചെയ്യും. പ്രകാശം വന്നാൽ ഇരുട്ട് നിലനിൽക്കില്ല. അത് രണ്ടും ഒന്നിച്ച് നിൽക്കുകയില്ല. ഇതൊരു ആത്മീകമായ കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ് ഇവിടെയും. പ്രകാശം വിശുദ്ധി ആഗ്രഹിക്കുന്നു, തുറന്ന ജീവിതം ആഗ്രഹിക്കുന്നു. അതോ ഇരുളോ രഹസ്യം, പാപം, മറച്ചുവെക്കൽ. ഇതൊക്കെയാണ്. വിശ്വാസി വെളിച്ചത്തിൽ നടക്കാൻ ആഗ്രഹിക്കുകയാണ്, അവിശ്വാസിയോ ഇരുളിൽ ഒളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുറിയിൽ നിങ്ങൾ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഇരുട്ട് അങ്ങ് ഓട്ടോമാറ്റിക്കലി പോകും. അത് ഉടനെ അപ്രത്യക്ഷമാവും. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസി ഇരുളിന്റെ വഴികളിൽ സുഖമായി ജീവിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ, അടുത്ത ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒളിപ്പിക്കുന്ന മേഖലകളുണ്ടോ? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മേഖലകളുണ്ടോ? ഒളിപ്പിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണോ? നിങ്ങൾ പ്രകാശത്തിൽ നടക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആദ്യത്തെ ചോദ്യം പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? രണ്ടാമത്തെ ചോദ്യം, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ? മൂന്നാമത്തെ ചോദ്യം, ക്രിസ്തുവിനും ബേലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? എന്ത് പൊരുത്തം? ക്രിസ്തു, ബെലിയാൽ, രണ്ട് ഭാഗങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തു എന്ന് പറയുമ്പം രാജാവും എൻ്റെ രക്ഷകനും. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല ഇനി നീയല്ലോ. അതാണ് ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി, ക്രിസ്ത്യാനി. അതേ സമയത്ത് ക്രിസ്ത്യാനി ചമഞ്ഞ് ജീവിക്കുന്നവൻ, അല്ലെങ്കിൽ ബെലിയാലിനെ അനുഗമിക്കുന്ന വ്യക്തികൾ, ദുർനടപ്പിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ദുഷ്ടതയുടെ പ്രതീകമാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പറയുന്നത്. വളരെ അധികം വ്യക്തികളെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്. വളരെയധികം വ്യക്തികളെ കാറിന്റെ ബമ്പർ സ്റ്റിക്കറിൽ എഴുതും, ഹി ഈസ് ദ പാർട്ട്ണർ ഓഫ് മൈ ലൈഫ്. പക്ഷെ വളരെ അധികം വ്യക്തികൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ഹി ഈസ് ദ സേവിയർ ഓഫ് യുവർ ലൈഫ് ആൻഡ് ഈസ് ദ ലോർഡ് ഓഫ് യുവർ ലൈഫ്. എന്ന് വെച്ചാൽ പരിപൂർണ കൺട്രോള്, പരിപൂർണ ജീവിതം നയിക്കുന്ന ദൈവം, പരിപൂർണ ജീവിതം നയിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. ലോർഡ്ഷിപ്പ്, അതാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത് ഇവിടെ. ആരാണ് നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്? ആരാണ് നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്? ക്രിസ്തുവാണോ അതോ ബെലിയാലാണോ? ഇതൊരു ആത്മീകമായി കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ്. ക്രിസ്തു എന്ന് പറയുമ്പോൾ സത്യം, ത്യാഗം അല്ലെങ്കിൽ യാഗം, വിശുദ്ധി, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതേ സമയത്ത്
ബെലിയാൽ എന്ന് പറഞ്ഞ വ്യക്തി വഞ്ചന, സ്വാർത്ഥത, വിരോധം, ഭിന്നത, ദ്വേഷം, ഇതൊക്കെയാണ്. പൗലോസ് പറയുന്നത് ഇവർക്കിടയിൽ എഗ്രിമെന്റ് ഉണ്ടാകത്തില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു രാജ്യത്ത് 2 രാജാക്കന്മാർ ഒരുമിച്ച് ഭരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരാൾ മാത്രമേ സിംഹാസനത്തിൽ ഇരിക്കത്തുള്ളൂ. അതുപോലെ ക്രിസ്തുവിന്റെ ആത്മാവും ലോകത്തിന്റെ ആത്മാവും ഒരുമിച്ച് വസിക്കത്തില്ല. ക്രിസ്തുവിന്റെ ആത്മാവും ലോകത്തിന്റെ ആത്മാവും ഒരിക്കലും ഒന്നിച്ച് വസിക്കത്തില്ല. ചോദ്യം: നിങ്ങളുടെ തീരുമാനങ്ങൾ ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരമാണോ? അതോ നിങ്ങളുടെ തീരുമാനങ്ങൾ ലോകത്തിന്റെ സ്വാധീനത്തിലാണോ? കോംപ്രമൈസിംഗ് ആണോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം: നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ? ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? നാലാമത്തെ ചോദ്യം: വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി? വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി? ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇവിടെ ഒരു ഫെലോഷിപ്പിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഫെലോഷിപ്പ്, ഓഹരി എന്ന് പറയുമ്പോൾ അതൊരു ആഴത്തിലുള്ളൊരു വാക്കാ. ഓഹരി എന്ന് വെച്ചാൽ ഡീപ്പ് ഷെയറിങ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗം ഇവിടെ വിശ്വാസിയും അവിശ്വാസിയും ആയിട്ട് എന്താണ് ഓഹരി? പങ്കാളിത്വമില്ല. വിശ്വാസി എന്താണ് ചെയ്യുന്നത്? ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതേ സമയത്ത് അവിശ്വാസിയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞ നിലയാണ്. ഹല്ലേലൂയ. അവരുടെ വാല്യൂസ് വളരെ വ്യത്യാസമുള്ള വാല്യൂസാ, വ്യത്യസ്തമായ വാല്യൂസാ രണ്ടുപേരുടെയും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും നിൽക്കുവാൻ സാധിക്കുമോ? വളരുവാൻ സാധിക്കുമോ? ഇല്ല. അടുത്ത ഭാഗത്തോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം: നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ? അതോ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കൂട്ടുകാരെ നിങ്ങളെ ദൈവത്തിൽ നിന്ന് ദൂരെയാക്കുകയാണോ? നിങ്ങളുടെ കയ്യിലുണ്ട് ആൻസർ. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരമില്ല. നിങ്ങൾ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. എൻ്റെ കൂടെ നടക്കുന്നവർ, എൻ്റെ കൂടെ ഉള്ള സ്നേഹിതന്മാർ, എൻ്റെ കൂടെ ആരാധിക്കുന്ന വ്യക്തികൾ എന്നെ ദൈവത്തിങ്കിലോട്ട് അടുപ്പിക്കുകയാണോ? അതോ എന്നെ ദൈവത്തിൽ നിന്ന് ദൂരെയാക്കുകയാണോ? നമ്മൾ ആരോടാണ് സമയം ചെലവാക്കുന്നത് എന്ന് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. നാം ആരെ പോലെയാണ് ആകുവാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ വെറുതെ പാടുകയാണോ? യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ എന്ന് പറയുകയാണോ? അതോ നമ്മൾ ദൈവത്തെ പോലെ ആകുവാൻ, യേശുവെ പോലെ ആകുവാൻ ആഗ്രഹിക്കുകയാണ്? അഞ്ചാമത്തെ ചോദ്യം പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്: ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? എന്ത് യോഗ്യത? പിന്നെ അടുത്ത ഭാഗം: നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവരുടെ ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവാലയം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം. വിഗ്രഹം എന്ന് വെച്ചാൽ വ്യാജ ദൈവങ്ങൾ. എനിക്ക് മലയാളത്തിൽ പഴയ ഒരു സിനിമാ പാട്ടുണ്ട്, ഞാൻ പാടുന്നില്ല, പക്ഷെ ആ വരികൾ പറയാം. കരയാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ. പക്ഷേ വളരെയധികം ക്രിസ്ത്യാനികൾ തന്നെ ഈ കരയാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വ്യാജ ദൈവങ്ങൾ, വ്യാജ ആരാധന. ഇറ്റ്സ് എ ഫേക്ക് വർഷിപ്പ്, ഇറ്റ്സ് എ റോങ് വർഷിപ്പ്. ആത്മീകമായിട്ട് കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ് ദൈവം ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവാലയം വിശുദ്ധതയാണ്, അതേസമയത്ത് വിഗ്രഹം അശുദ്ധതയുള്ളതാ. മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവമാ, കൊടുത്ത ഒരു ആകൃതിയാത്. ഇവ ഒന്നിച്ച് നിൽക്കുകയില്ല. ഒരു പള്ളിയിൽ നിങ്ങൾ മറ്റൊരു ദൈവത്തിന്റെ വിഗ്രഹം സ്ഥാപിക്കുമോ? ഇല്ല. വിഗ്രഹമില്ല ദൈവത്തിന്, ഒരിക്കലുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ദൈവത്തിന് മാത്രമായിരിക്കണം. ഈ ഭാഗത്തിൽ ഒരു ചോദ്യം: നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമല്ലാതെ വേറൊരു വ്യക്തിക്കോ വേറൊരു കാര്യങ്ങൾക്കോ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ വിഗ്രഹമാണ്. ചോദ്യം, പണമാണോ, ബന്ധങ്ങളാണോ, സ്വപ്നങ്ങളാണോ? ഇതെല്ലാം ഒരു വിഗ്രഹമായി മാറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത. ഈ ഇണയില്ലാ പിണ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യോക്ക് എന്നാ പറയുന്നത്. ഡു നോട്ട് ബി യോക്ക്. അതിൻ്റെ അർത്ഥം രണ്ട് കാളകളെ ഒരുമിച്ച് കെട്ടി ഒരേ ദിശയിൽ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്, ആത്മീകമായിട്ട് ചിന്തിക്കുക. ഈ രണ്ട് കാളകളെ ഒരുമിച്ച് കെട്ടി എന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തികളെ ഒരുമിച്ച് കെട്ടി ഒരുമിച്ച് വിവാഹം കഴിച്ചു, ഒരുമിച്ച് ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യുന്നു, ഒരു ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്നു. അവർ ഒരേ ദിശയിൽ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെങ്കിൽ ഇതാണോ? അല്ല. ആത്മീകമായിട്ട് ഒരേ ദിശയുണ്ടോ? ആത്മീകമായിട്ട് ഒരേ ലക്ഷ്യമുണ്ടോ? ആത്മീകമായിട്ട് ഒരേ ആത്മീക നിലയാണോ? അല്ലത്. ഏമോസിന്റെ പുസ്തകത്തിൽ ഏമോസ് പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്, Can two walk together? Can two walk together unless they are agreed? രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഒരുമിച്ച് നടക്കാൻ ഇരുവരും സമ്മതമായിരിക്കണം. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടൊന്ന് ചിന്തിക്കാം. നമ്മുടെ സ്നേഹിതന്മാര് ചിലപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ചായയും കാപ്പിയും കുറച്ച് ആഹാരവും കഴിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കുന്ന പങ്കാളിയെക്കുറിച്ച്, നമ്മൾ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന പങ്കാളിയെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ആരോടാണ് സമയം ചിലവാക്കുവാൻ ആഗ്രഹിക്കുന്നത്? വിശ്വാസിയുടെ കൂടെയാണോ? നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരമുണ്ടോ? നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈ പങ്കാളി, നമ്മൾ ആഗ്രഹിക്കുന്ന ഈ പങ്കാളി, ആ പങ്കാളി ആരാണ്? ഇതൊരു സ്പിരിച്വൽ പാർട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ മറന്നു പോകുന്ന കാര്യം, നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പെണ്ണിനെ കാണുകയാണെങ്കിൽ ആ പെണ്ണിന്റെ സൗന്ദര്യം നോക്കും. ഒരു യുവാവിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ നോക്കുന്നത്? ഹൈറ്റ്, നല്ല ജോലി, അല്ലെങ്കിൽ കരിയർ. എനിക്കൊത്തിരി ഭവനങ്ങളെ കുറിച്ച് അറിയാം, എനിക്കൊത്തിരി കുടുംബങ്ങളെ കുറിച്ച് അറിയാം. ഇവരുടെയൊക്കെ വീടുകളിലെ വിവാഹാലോചന വന്നപ്പോൾ കൂടുതലും സംസാരം, അവൻ നല്ല ബിസിനസ്മാൻ ആണ്, അവനെ കാണാൻ നല്ല സുന്ദരനാണ്, അല്ലെങ്കിൽ അവളെ കാണാൻ നല്ല സുന്ദരിയാ, എന്തൊരു സുന്ദരിയാ അവളെ, എന്ത് നല്ല ഹൈറ്റാ, എന്ത് നല്ല രസമാ കാണാൻ, എന്ത് നല്ല ഇതാ, അവന്റെ എന്ത് നല്ല വർത്തമാനമാ. പക്ഷെ ഞാൻ ഒത്തിരി വ്യക്തികളെ പറയുന്ന കേട്ടിട്ടില്ല, അവന് ശരിക്കും വിശ്വാസമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ പെണ്ണിന് നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്, ക്രിസ്തുവിനെ നല്ലപോലെ അറിയുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് കുറവാണ്. ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്നപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി വ്യക്തികൾ US പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒത്തിരി നേഴ്സസ് അവിടെ പോകുമ്പം US നല്ല ജോലി കിട്ടും. ഈ US നല്ല ജോലി കിട്ടി കഴിയുമ്പം അവർക്കൊരു ലൈഫ് പാർട്ട്ണറിനെ വേണം. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള വ്യക്തികൾ വളരെയധികം നോക്കുന്നത്, എനിക്കൊന്ന് US പോകണം. പക്ഷെ US എങ്ങനെ പോകും? വിസ കിട്ടത്തില്ലല്ലോ, വെറുതെ കിട്ടത്തില്ലല്ലോ. അപ്പൊ എനിക്കൊരു ഏണി വേണം, അത് കയറാനുള്ളൊരു ഏണി. ആ ഏണി ആരാന്നറിയാമോ? ഒരു നല്ല പങ്കാളി. ആ പങ്കാളി US ഒരു നേഴ്സാണെങ്കിൽ നല്ല കരിയറുണ്ട്, നല്ല ശമ്പളമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു US ഒരു നേഴ്സിനെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ US ഒരു ഡോക്ടറിനെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ US ഏതെങ്കിലും ഒരു നല്ല ഒരു പ്രൊഫഷനുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും കൂടുതലും ആ സമയത്ത് നോക്കുന്നില്ല, ഈ വ്യക്തിക്ക് ക്രിസ്തുവിനെ അറിയാമോ? എന്തിനാണ് ദൈവം പറഞ്ഞിട്ടാണോ ഞാൻ ഇത് ചെയ്യുന്നത്? നമ്മൾ വെറുതെ പാടുകയായിരിക്കാം, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. തിയോളജി എന്നും പറഞ്ഞ് US പോയവരുണ്ട്. പക്ഷെ വേദപുസ്തകം വായിച്ചോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. തിയോളജി പർസ്യൂ ഒന്നും ചെയ്തില്ല, സെക്യുലർ വേൾഡിലാണ്. എന്തിനാ ഇത് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്.
നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഫൗണ്ടേഷനിൽ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ എങ്ങനെ ഫൗണ്ടേഷൻ ഇരിക്കുന്നു അതുപോലെയല്ലേ ബിൽഡിംഗ് പണിയുന്നത്. ഒരു കള്ളത്തരത്തിൽ ഒരു വിവാഹ ജീവിതം തുടങ്ങുകയാണെങ്കിൽ, വിവാഹത്തിന്റെ റിലേഷൻഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ ആ കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ പ്രോഗ്രസ് ചെയ്യും? അപ്പോൾ രണ്ട് സ്പിരിറ്റാണ്. ഞാൻ പറയാം, ഒരു വിശ്വാസിയും അവിശ്വാസിയും, ക്രിസ്തുവും ബിലിയാലും എന്ന് പറയുമ്പം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, യു ആർ എ സ്പിരിറ്റ്, യു ഹാവ് എ സോൾ, യു ലിവ് ഇൻ എ ബോഡി. യു ആർ എ സ്പിരിറ്റ്, യു ഹാവ് എ സോൾ, യു ലിവ് ഇൻ എ ബോഡി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, ഒരു വിശ്വാസിക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്, അവിശ്വാസിക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈ വിശ്വാസിക്കുള്ള സ്പിരിറ്റ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരുമ്പോൾ, ആ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ കൃപാവരം ലഭിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി വ്യത്യസ്തമായ വ്യക്തിയാണ്. അതേ സമയത്ത് അവിശ്വാസിയുടെ ജീവിതം വ്യത്യാസമുള്ള ജീവിതമാണ്. അവിശ്വാസി പഴയ ജീവിതമാണ്. അവിശ്വാസിക്കൊന്നും അറിയത്തില്ല. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ, പക്ഷെ ഒരേ യാത്ര എങ്ങനെ നടക്കും? ഒരേ യാത്ര എങ്ങനെ നടക്കും? അടുത്ത ഭാഗം ആത്മാവ്. ഇത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പങ്കാളികൾ രണ്ട് ആത്മാക്കളാണെങ്കിൽ, ആത്മാവ് രണ്ടാണെങ്കിൽ വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ വിശ്വാസിയുടെ ആത്മാവ് പുതുജന്മം ലഭിച്ച ഒരു ആത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തി നയിക്കപ്പെടുകയാണ്, ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേസമയത്ത് മറ്റേ പങ്കാളി അവിശ്വാസിയാണെങ്കിൽ ആത്മീകമായി മരിച്ച അവസ്ഥയാണ്. ദൈവത്തിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് ആഗ്രഹവുമില്ല. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യരുടെ 2-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഉപദേശം കൈക്കൊള്ളുന്നില്ല, ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. രണ്ടാമത്തെ ഭാഗം, അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. വളരെ ഒരു സാഡ് സ്റ്റോറിയാ ഈ അവിശ്വാസിയുടെ. ഒരാൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, മറ്റേ ആള് ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നു. എങ്ങനെ സാധിക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെ ഒന്നിച്ചു പോകും? പ്രാർത്ഥനയിൽ ഒരു ഐക്യമത്യമില്ല, ദൈവവിളിയിൽ ഒരു ഭിന്നതയുണ്ട്. ഒരാൾ മുന്നോട്ട് വലിക്കും, മറ്റേയാളെ പിന്നോട്ട് വലിക്കും. എങ്ങനെ സാധിക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെ ഒന്നിച്ച് നിൽക്കും? വളരെ പ്രയാസമുള്ള ജീവിതമാണ്. ഈ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, സോള്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടി അത്രേ. ആ പുതിയ സൃഷ്ടിയാകുമ്പോൾ അവന്റെ സോള് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ജീവിതത്തിൽ ഒരു ദിവസേനയുള്ള ഒരു പോരാട്ടമാണ്. മൈൻഡ്, സോള്, ഇച്ഛ, വില്ല്. ഈ വില്ല് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്, വികാരങ്ങളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. എങ്ങനെയാണെന്നറിയാവോ? ചിന്തകൾക്ക് വ്യത്യാസം, തീരുമാനങ്ങൾക്ക് വ്യത്യാസം, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമരുടെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺസ് ഓഫ് ദ വേൾഡ്. Do not conform to the patterns of the world. ഒരു വേർഷൻ പറയുന്നത് do not copy the behavior of the world. അപ്പോൾ വിവാഹത്തിന്റെ തീരുമാനം, പണത്തിന്റെ ഉപയോഗം, കുട്ടികളെ എങ്ങനെ വളർത്തും, ബൈബിൾ പഠിപ്പിക്കണോ, ബൈബിൾ പഠിപ്പിക്കണ്ടായോ, പിള്ളേരെ ഏത് പാട്ടാ പഠിപ്പിക്കേണ്ടത്, പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കണോ, പിള്ളേരെ ഭരതനാട്യം പഠിപ്പിക്കണോ,
ഒരു വ്യക്തിക്ക് അറിയാം ശരിയല്ലെന്ന്, മറ്റേ വ്യക്തിക്ക് അറിയാം പ്രശ്നമില്ലെന്ന്. രണ്ടുപേരും എങ്ങനെ നിൽക്കും? ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ വേറെയാണ്, തീരുമാനങ്ങൾ മാറി മാറി വരും. എന്താണെന്ന് വെച്ചാൽ സോളിഷ് പാർട്ടാണ്. ഒന്നിന്റെ സോൾ ഡോമിനേറ്റ് ചെയ്യാണ്, ആ സോള് ദൈവം ഡോമിനേറ്റ് ചെയ്യുന്നത്. കൈനോട് ദൈവം പറഞ്ഞതുപോലെ, സിൻ ഈസ് ക്രൗച്ചിങ് അറ്റ് യുവർ ഡോർ, യു മസ്റ്റ് മാസ്റ്റർ ഇറ്റ്. ആ സോള് ഒരു വ്യക്തിയുടെ കൺട്രോളിലില്ല, അവൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. മറ്റേ വ്യക്തിയുടെ സോള് ദൈവം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാളുകൾ ഒരു ബോട്ടിൽ ഓടുകയാണ്. പക്ഷെ ഒരാൾ മുന്നോട്ട് ഓടുകയാണ്, മറ്റേ ആള് പിന്നോട്ട് പോവുക. ബോട്ട് എന്തോ പറ്റും? ബോട്ട് നിൽക്കും. നമ്മൾ സ്പിരിറ്റിനെ കുറിച്ച് സംസാരിച്ചു, സോളിനെ കുറിച്ച് സംസാരിച്ചു. അടുത്ത ഭാഗം ബോഡിയെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ ശരീരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഡീപ്പാണത്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യരുടെ 6-ാമത്തെ അധ്യായത്തിൽ, ദുർനടപ്പ് വിട്ട് ഓടുവിൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞ ഫ്ലീ സെക്സ്വൽ ഇമ്മൊറാലിറ്റി. എവറി സിൻ ദാറ്റ് എ മാൻ ഡസ് ഈസ് ഔട്ട്സൈഡ് ദ ബോഡി, but he who commits sexual immorality sins against his own body. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? Do you not know that your body is a temple of the Holy Spirit who is in you, whom you have from God, and you are not your own? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ശരീരം കൊണ്ട് എങ്ങനെ? നമ്മളുടെ ജീവിതത്തിൻ്റെ ശൈലികൾ, പ്രവൃത്തികൾ. ഞാൻ പണ്ട് പാടിയിട്ടുള്ള പാട്ടാ, ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ, സേവയ്ക്കായി എൻ ജീവനെയും. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ, എനിക്കല്ല, ഞാൻ ക്രിസ്തുവിനത്രേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, നമ്മുടെ പ്രവൃത്തികൾ, കൈകൊണ്ടുള്ള പ്രവൃത്തികൾ, മനസ്സുകൊണ്ടുള്ള ചിന്തകൾ, പാതകൾ, ഈ ഭാഗമെല്ലാം നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യരുടെ 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. 2 കൊരിന്ത്യരുടെ 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് തിരിച്ചു വരാം. 5 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരുത്, എന്നാൽ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് പറയുന്ന എന്തിനാ? നമ്മളെ സംരക്ഷിക്കാനാ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ. നമ്മുടെ ആത്മാവ് വിശുദ്ധമാണെങ്കിൽ നമുക്ക് നന്മയുണ്ട്, നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്ക് നന്മയുണ്ട്, നമ്മുടെ ശരീരം ദൈവാലയമാണെങ്കിൽ നല്ല കാര്യമാണ്. ദൈവം ഇന്ന് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ്, അവരിൽ നിന്ന് പുറപ്പെടണം, വേർപെട്ട് ജീവിക്കണം. ഇത് വിശുദ്ധിയിലേക്ക് നമ്മളെ വിളിക്കുന്ന ഒരു ജീവിതമാണ്. ദൈവം നമ്മളെ വേർതിരിക്കുന്നത് നശിപ്പിക്കാനല്ല, നമ്മളെ സംരക്ഷിക്കാനാ. അതുകൊണ്ടാണ് നമുക്ക് ദൈവം പ്രോമിസ് തന്നിരിക്കുന്നത്, വാഗ്ദാനം. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനം? എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. I will be a father to you and you shall be my sons and daughters, says the Lord Almighty. ദൈവം ഓർപ്പിക്കുന്നത് ഒന്നും നഷ്ടപ്പെടുന്നില്ല, നമ്മൾ കൂടുതൽ നേടുന്നതേ ഉള്ളൂ. ലോകം നമുക്ക് താൽക്കാലികമായ ബന്ധമാണ്, ദൈവമോ നമുക്ക് നിത്യത തരുന്ന ദൈവം. ദൈവം പറയുന്നത്, നീ എന്നോട് അടുത്തു വാ, ഞാൻ നിന്നെ സ്വീകരിക്കാം, ഞാൻ നിന്നെ സ്വീകരിക്കാം. ഇന്ന് നമ്മളോട് ദൈവം ചോദിക്കുന്നത്, നാം ഏത് ബന്ധത്തിലാണ്,
ഏത് ദൈവത്തോടാണ് നമ്മൾ അടുക്കുവാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ കുടുംബജീവിതം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ അല്ലെങ്കിൽ അകറ്റുകയാണോ? ഇന്ന് ഒരു തീരുമാനം നമുക്കെടുക്കണം. നമ്മൾ പ്രകാശത്തിൻ്റെ പാത തിരഞ്ഞെടുക്കണം, ഇരുളിൻ്റെ പാതയല്ല. ദൈവമേ, ഞങ്ങളെ പ്രകാശത്തിൽ നടക്കുവാൻ സഹായിക്കണമേ. നല്ല കൂട്ടുകെട്ടുകളിൽ വളരുവാൻ, നിന്നോട് അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നിന്റെ ആലയവുമായി വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.